ഒന്നാം പേജിൽ 8 കോളത്തിൽ വാർത്ത വരികയാണ്. ഹൗവ ബീച്ചിൽ ഹൗവകളുടെ നേർക്ക് ആക്രമണമെന്നും പറഞ്ഞാണ് തലക്കെട്ട് വന്നത്. ഇന്നത്തെ മന്ത്രി ടൂറിസം മന്ത്രി പി എസ് ശ്രീനിവാസൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് നിഷേധിച്ചു. മിനിസ്റ്റർ പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടിയ ഉടൻ വെച്ച് ആരോ റിപ്പോർട്ട് ചെയ്തതാണെന്നാണല്ലോ പറഞ്ഞത്. ഇത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാണ്. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അവിടെ തുടങ്ങുകയാണ്. 1982 ഞാനിത് എഴുതുമ്പം ടൈറ്റാനിക് ദുരന്തം ജനങ്ങൾക്ക് എങ്ങനെ അറിയില്ല. ജെയിംസ് കാമറൂണിൻ്റെ പ്രശസ്തമായ ടൈറ്റാനിക് സിനിമ അതിനുശേഷം പിന്നെയും ഒരു 13 വർഷം കഴിഞ്ഞ് 1997 റിലീസാവുന്നത്. ഈ കപ്പലിന് ഒരു പേരിട്ടിരുന്ന അൺസിങ്കബിൾ എന്നായിരുന്നു. ഈ കപ്പലിലാണ് ആദ്യമായിട്ട് SOS എന്നുള്ള സന്ദേശം ഉപയോഗിക്കപ്പെട്ടത്, സേവ് അവർ സോൾ. കേരളത്തിൽ ഒരു കൈരളി എന്ന് പറഞ്ഞൊരു കപ്പൽ മുങ്ങി, എല്ലാവരും മരിച്ചുപോയി. അതാരും ചർച്ച ചെയ്യുന്നില്ല. ടൈറ്റാനിക് ദുരന്തം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമസ്കാരം, എൻ്റെ കഥയിലേക്ക് സ്വാഗതം. എൻ്റെ കഥ എന്നാൽ ഈ സംസാരിക്കുന്ന ഈ ഉള്ളവൻ്റെ കഥയല്ല. എനിക്ക് മുന്നിൽ ഒരു ഇരിപ്പിടമുണ്ട്. ആ ഇരിപ്പിടത്തിൽ ഒരു വിശിഷ്ട അതിഥിയുണ്ട്. അദ്ദേഹത്തിൻ്റെ കഥയാണ് ഇന്ന് നമ്മോടൊപ്പം ഈ അധ്യായത്തിൻ്റെ ഈ ഒരു പുതിയ അധ്യായത്തിൽ ആദ്യമായി അതിഥിയായി ചേരുന്നത് ശ്രീ ജോൺ മുണ്ടക്കയം. മുതിർന്ന മാധ്യമപ്രവർത്തകനും ദീർഘകാലം മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന ശ്രീ ജോൺ മുണ്ടക്കയത്തെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം സാർ, വെൽക്കം ടു എൻ്റെ കഥ. സാധാരണ എനിക്ക് മുന്നിൽ ഒരുപാട് അതിഥികൾ വന്ന് ഇതേ ഇരിപ്പിടത്തിൽ ഇരുന്നിട്ടുണ്ട്. അവരോടൊന്ന് സംസാരിക്കുമ്പോൾ ഇല്ലാത്തൊരു ഭയം സാറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു. കാരണം എൻ്റെ ഗുരുനാഥൻ കൂടിയാണ്. അപ്പോൾ എന്താ പറയുക, ആശാൻ്റെ അടുത്ത് തന്നെ കളിയിറക്കുന്നതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് മനസ്സിലാക്കാമല്ലോ സാർ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ആദ്യമേ പറയുക. ഇപ്പോൾ സാറിനെ എല്ലാവരും അറിയുന്നത്, ഇപ്പം ഞാൻ പ്രത്യേകിച്ച് സാറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല, നമ്മുടെ പ്രേക്ഷകർക്കും അല്ലാതെയും കേരള സമൂഹത്തിനൊക്കെ ഒരു നോൺ ഫിഗറാണ് താങ്കൾ. എന്നാലും താങ്കൾ അറിയപ്പെടുന്നത് മലയാള മനോരമയുടെ, എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നാൾ മനോരമയുടെ ബ്യൂറോ ചീഫായിരുന്ന, ട്രിവാൻഡ്രം ബ്യൂറോ ചീഫായിരുന്ന വ്യക്തിയാണ് താങ്കൾ. അപ്പോൾ മനോരമയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. താങ്കളുടെ ഒരു ജീവിതകഥ പറയുമ്പോൾ മനോരമയിൽ നിന്നുള്ള തുടക്കം എങ്ങനെയാണ്? മനോരമയുടെ ആ ഒരു തുടക്കം എന്നായിരുന്നു, എവിടെ നിന്നായിരുന്നു? ഒന്ന് അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. 1981 ജൂലൈ 1 ഞാൻ മലയാള മനോരമയിൽ എഡിറ്റോറിയൽ ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് ഞങ്ങൾ 8 പേരാണ് ആ ഗ്രൂപ്പിലുണ്ടായിരുന്നത്. അവരിൽ എല്ലാവരും തന്നെ ഇപ്പം മനോരമയിൽ നിന്ന് പിരിഞ്ഞു. ഏറ്റവും ഒടുവിൽ മനോരമയിൽ നിന്ന് പിരിഞ്ഞത് ഞാനാണ്. അപ്പോൾ അതിൽ പല ചിലരൊക്കെ അറിയപ്പെടുന്ന ജേർണലിസ്റ്റുകളായിട്ടുണ്ട്. ചിലരൊക്കെ 1-2 പേര് ഇതിനകം കാലയവനികൾക്കുള്ളിൽ മറഞ്ഞിട്ടുണ്ട്. ബാക്കി 6 പേരും വിവിധ രംഗങ്ങളിൽ ഇപ്പോഴും പല മേഖലകളിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചില പേരുകൾ ഞാൻ ഓർക്കുന്നത്, ഫിന്നി ജേക്കബ് ഇപ്പോഴും എൻ്റെ ആത്മസുഹൃത്തും ഞാനുമായിട്ട് ആ സൗഹൃദം തുടരുന്ന ഒരാളാണ്. ജോജി ടി സാമുവൽ മലയാള മനോരമയുടെ വാരികയുടെ എഡിറ്റർ ഇൻചാർജായിട്ട് പ്രവർത്തിച്ച ശേഷം റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. പിന്നെ പോൾ മണലിൽ വളരെ അറിയപ്പെടുന്ന എഴുത്തുകാരനും പത്രപ്രവർത്തനമൊക്കെയാണ്. പിന്നെ ഒരു ആൻഡ്രൂസ് ഫിലിപ്പ്, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഒരു വിജയകുമാറും ആ കാലത്തിൽ നമ്മളോട് വിട പറഞ്ഞു. പിന്നെ ഒരു കെ മനു, ഇതിലെല്ലാം ഉപരി ഏറ്റവും സീനിയറായിട്ടിരുന്ന കെ എഫ് ജോർജും ഞാനും ദീപികയിൽ നിന്നാണ് മനോരമയിലെത്തിയത്. ദീപികയിൽ 2 വർഷത്തോളം ജോലി ചെയ്ത ശേഷമാണ് 1981 ഞാൻ മനോരമയിൽ ജോലി ചെയ്യുന്നത്. മനോരമയിൽ എഡിറ്റോറിയൽ ട്രെയിനി ആയിട്ടാണ്, അന്നത്തെ കാലത്ത് ട്രെയിനി ആയിട്ട് എടുക്കുകയുള്ളൂ. ഏത് പത്രത്തിൽ ജോലി ചെയ്തെന്ന് പറഞ്ഞാലും ഇന്നൊരു ലാറ്റർ ഇൻഡക്ഷൻ ഉണ്ട്. അതായത് ഒരു പത്രത്തിൽ സബ് എഡിറ്ററായിട്ടോ സീനിയർ സബ് എഡിറ്ററായിട്ടോ ചീഫ് സബ് എഡിറ്ററായിട്ടോ ജോലി ചെയ്യുന്ന ഒരാളെ ഇടയ്ക്ക് ഇൻഡക്റ്റ് ചെയ്യുക, അതേ പദവിയിൽ തന്നെയോ അല്ലെ അതിന് തൊട്ട് താഴെയുള്ള പദവിയിലോ. അന്നതില്ല. അന്നേരം എന്ത് സീനിയറാണെന്ന് പറഞ്ഞാലും കെ എഫ് ജോർജ് എന്നെക്കാളും സീനിയറായിരുന്നു. എന്നിട്ടും അദ്ദേഹവും എഡിറ്റോറിയൽ ട്രെയിനി ആയിട്ടാണ് മനോരമയിൽ ജോയിൻ ചെയ്തത്. അപ്പോൾ ആ മനോരമയുടെ ഒരു ഭാഷയും മനോരമയുടെ ഒരു സംവിധാനവും പ്രൊഫഷണലിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ട്രെയിനിങ് ഉണ്ട്. അപ്പം ആ ട്രെയിനിങ് അന്ന് TKG നായർ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ അദ്ദേഹം ഇന്ന് നമ്മളോടൊപ്പം ഇല്ല, അദ്ദേഹമായിരുന്നു ആ ട്രെയിനിങ്ങിൻ്റെ ഡയറക്ടർ. അപ്പം ആദ്യ ദിവസം ഞങ്ങൾക്ക് തന്ന ഒരു അസൈൻമെൻറ്റ് മനോരമയിലെ ആദ്യ ദിവസം നിങ്ങൾ എഴുതുക എന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും മനോരമയിൽ ഞങ്ങൾ ആദ്യം വന്നപ്പോൾ ഞങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും ഞങ്ങളുടെ പിന്നെ ആകാംക്ഷയും എല്ലാം കൂടെ ചേർത്തുള്ള റിപ്പോർട്ട് എല്ലാവരും കൊടുത്തു. അതിനെ വിലയിരുത്തുക. അതിനുശേഷം പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് ക്ലാസ് എടുക്കുക. അന്ന് വളരെ മനോരമയിൽ വളരെ പ്രശസ്തരായിരുന്ന പിന്നെ പല ആളുകളും, അന്ന് അവിടുത്തെ ന്യൂസ് എഡിറ്ററായിരുന്ന VKB നായർ, TKG നായർ സാർ എല്ലാ ദിവസവും ക്ലാസ് എടുക്കുമായിരുന്നു. മനോരമയുടെ ചീഫ് എഡിറ്ററായിരുന്ന ഞങ്ങളെല്ലാം മാത്തുക്കുട്ടിച്ചായ എന്ന് വിളിക്കുന്ന KM മാത്യു,
അങ്ങനെ ടി ചാണ്ടി, അന്നത്തെ മനോരമയുടെ വളരെ ദീർഘകാലം മനോരമയുടെ ലീഡർ എഴുതിക്കൊണ്ടിരുന്ന ടി ചാണ്ടി, ജോയി തിരുമൂലപുരം, കുര്യൻ പാമ്പാടി, ഇങ്ങനെയൊക്കെയുള്ള പ്രശസ്തരായ ആൾക്കാരാണ് അന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. അപ്പം ആ ക്ലാസ്സുകളെല്ലാം നടത്തുന്നിടയ്ക്ക് തന്നെ പ്രായോഗികമായിട്ടുള്ള പരിശീലനം ഉണ്ടായിരുന്നു. ഞാൻ ഓർക്കുകയാണ്, ഒരു ദിവസം ഞങ്ങൾക്ക് കിട്ടിയ ഒരു അസൈൻമെൻറ്റ്, മനോരമയുടെ 1-ാം പേജ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. ഒരു ദിവസത്തെ 1-ാം പേജ് ഞങ്ങൾക്ക് എടുത്ത് തന്നിട്ട് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുക. 1-ാം പേജ് എന്താണെന്ന് വെച്ചാൽ, അക്കാലത്താണ് 1980-82 കാലത്താണ് ആദ്യത്തെ ഇ കെ നായനാർ മന്ത്രിസഭ വരുന്നത്. ആ മന്ത്രിസഭയിൽ അന്ന് ജോയിൻ ചെയ്തിരുന്നവരിൽ, അന്ന് ആ മുന്നണിയിൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, ആൻ്റണി വിഭാഗം ഉണ്ടായിരുന്നു, കേരള കോൺഗ്രസ് എം ഉണ്ടായിരുന്നു. അതിനുശേഷം 82 ഈ ആൻ്റണി വിഭാഗവും കെ എം മാണിയുമൊക്കെ ആ മുന്നണിയിൽ നിന്ന് രാജിവെച്ച് പിന്തുണ പിൻവലിച്ചോടെയാണ് നായനാരുടെ മന്ത്രിസഭ വീഴുന്നത്. അതിനുശേഷം പിന്നീട് UDF മന്ത്രിസഭ വരുന്ന കെ കരുണാകരൻ നേതൃത്വത്തിൽ ഇവരെല്ലാം ഒന്നിക്കുന്നു. പക്ഷേ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും അന്നും പ്രത്യേകമായിട്ടാണ് നിൽക്കുന്നത്, അവരൊന്നും ലയിച്ചിട്ടില്ല. അപ്പോൾ അന്ന് BKB നായർ ഞങ്ങൾക്ക് തന്ന ഒരു അസൈൻമെൻറ്റ്, നിങ്ങളൊരു പുതിയ 1-ാം പേജ് ഉണ്ടാക്കുക. ആ 1-ാം പേജിൽ ലീഡായിട്ട് വരേണ്ട സ്റ്റോറി എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് ഒന്നിക്കുന്നു, അത് നിങ്ങൾ എങ്ങനെ കൊടുക്കും, അതിൻ്റെ ഡിസ്പ്ലേ, അതിൻ്റെ ഡിസൈൻ, നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പടം, ഇതായിരുന്നു ഞങ്ങൾക്ക് തന്ന അസൈൻമെൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അതിനെ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യുകയാണ്. ചിലതിനെ 3 കൊള്ളത്തിൽ കൊടുത്തു, ചിലതിനെ 4 കൊള്ളത്തിൽ കൊടുത്തു, ചിലതിനെ 8 കൊള്ളത്തിൽ കൊടുത്തു. അപ്പം ഇടയ്ക്ക് വിളിച്ചു, ഒരു 8 കൊള്ളത്തിൽ കൊടുത്തപ്പോൾ ഇത്രയൊക്കെ വേണോ ഇതിന് എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒരാളിതിൻ്റെ മാസ്റ്റർ തന്നെ മാറ്റി വെച്ചിട്ടാണ് ഇത് പേജ് ചെയ്തത്. അപ്പോൾ അത്തരത്തിലുള്ള ഓരോരുത്തരുടെ അതിനോടുള്ള ഒരു അപ്രോച്ച്, അതിനെ വിലയിരുത്തിക്കൊണ്ടുള്ള സംസാരങ്ങൾ. അപ്പം എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ ഓർക്കുന്നുണ്ട്. അന്നൊക്കെ മനോരമയുടെ 1-ാം പേജിൽ ഒരു പരസ്യമേ വരുള്ളൂ. അത് ഒരു 2 കൊള്ളത്തിലോ 3 കൊള്ളത്തിലുള്ള ഒരു പരസ്യം. ആ പരസ്യത്തിൻ്റെ മുകളിൽ ഒരു തലക്കെട്ട് കൊടുത്തിട്ട് പരസ്യത്തെ കില്ല് ചെയ്യുക എന്നുള്ള ഒരു രീതി അന്ന് നമ്മൾ പറയുമ്പം സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ പരസ്യം കൊടുക്കുന്നത് എപ്പോഴും എഡിറ്റോറിയൽ വിഭാഗക്കാർക്ക് ഇഷ്ടമല്ല. കാരണം പരസ്യം പത്രത്തിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ് അന്നത്തെ ഒരു ഫീലിംഗ്. ഇന്നതില്ല. അപ്പോൾ പരസ്യത്തെ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ പരസ്യം ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ തലക്കെട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വലിയ ബോൾഡ് തലക്കെട്ട് കൊടുത്തു. അന്ന് BKB നായർ പറഞ്ഞ്, 10,000 രൂപ പരസ്യവും കാശ് കൊടുത്ത് പരസ്യം ചെയ്യുന്നവരെ പരസ്യം കില്ല് ചെയ്യാൻ നിങ്ങൾക്ക് എന്താ അവകാശമെന്ന്. അത് അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അപ്പം അങ്ങനെ ആ ക്ലാസ് എല്ലാം കഴിഞ്ഞൊരു 3 മാസത്തെ ക്ലാസ്സിന് ശേഷം ഞങ്ങൾക്കെല്ലാം ഒരു വലിയ അസൈൻമെൻറ്റ് വന്നു. നിങ്ങൾക്കെല്ലാം ഒരാഴ്ച ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു നല്ല സ്റ്റോറി ചെയ്തുകൊണ്ട് വരിക. അപ്പോൾ ചില സജഷൻസൊക്കെ അവിടെ വന്നു. നിങ്ങൾക്ക് പ്രാന്താലയത്തിൽ പോയി അവിടുത്തെ മനോരോഗികളെക്കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ അനാഥാലയത്തിൽ പോയി അവിടുത്തെ ജീവിതത്തെക്കുറിച്ച് എഴുതാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലോറി ഡ്രൈവറുടെ കൂടെ ഒരു ദിവസം യാത്ര ചെയ്ത് ലോറി ഡ്രൈവറുടെ അനുഭവങ്ങൾ എഴുതാം എന്നൊക്കെ പറഞ്ഞുള്ള പലരും അങ്ങനെയുള്ള പല വിഷയങ്ങളും എടുത്തു. അപ്പോൾ അന്ന് ഞാനെടുത്ത ഒരാഴ്ച ബ്യൂറോയിൽ വരണ്ട, ബ്യൂറോയുമായിട്ട് ഒരു ബന്ധവുമില്ല, ക്ലാസ്സൊക്കെ അവസാനിച്ചു. അപ്പോൾ ഞാൻ അന്ന് എടുത്ത ഒരു വിഷയം ഈ അന്നത്തെ കാലത്ത് ഈ കേവ് വള്ളങ്ങളുണ്ടായിരുന്നു, ചരക്ക് വള്ളങ്ങൾ. ഇന്നതില്ല, ഇന്നത് വളരെ കുറവാണ്. ഈ അന്ന് വള്ളങ്ങളിലാണ് അധികവും ഈ ചരക്കുകൾ ഈ കായലിൽ കൂടി അക്കരെ കടത്തിയിരുന്നത്. അപ്പം കോട്ടയത്ത് നിന്ന് പുറപ്പെടുന്ന ഈ ചരക്ക് വള്ളത്തിൽ യാത്ര ചെയ്യുക, പകലും രാത്രിയും യാത്ര ചെയ്ത് ആ വള്ളക്കാരോടൊപ്പം ജീവിച്ച് അവരുടെ ജീവിതം എന്താണെന്ന് പകർത്തി അത് എനിക്കതിനൊരു പ്രേരണയായത് അക്കാലത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന മാത്യു പോൾ എന്നറിയപ്പെടുന്ന, ഞങ്ങളൊക്കെ മാത്തൻ എന്ന് വിളിച്ചിരുന്ന ഒരു ചലച്ചിത്ര സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹം ഈ നവോദയയുടെ സിനിമകളിലൊക്കെ സഹസംവിധായകനായിരുന്നു. പിന്നീട് അത് സ്വന്തമായിട്ട് സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. ഈ മഴ കുട എന്ന പ്രശസ്തമായ ജികൾ ഉപയോഗിച്ചിട്ട് ഒരു പരസ്യം ഉണ്ടാക്കി, വളരെ പ്രശസ്തമായ ഒരു പരസ്യം ഉണ്ടാക്കിയ വ്യക്തിയാണ് ഈ മാത്യു പോൾ. മാത്തൻ ഭയങ്കര ഒരു കലാകാരനാണ്. അദ്ദേഹം ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഞാൻ ഡയറക്റ്റ് ചെയ്ത ഒരു നാടകത്തിൽ മാത്തൻ നായകനായിട്ട് അഭിനയിച്ചു. XYZ എന്നായിരുന്നു, ഞാനിപ്പോൾ നാടകത്തിൻ്റെ പേര് ഓർക്കുന്നു. നാടകം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ചെയ്തിട്ടുണ്ട്, മാധ്യമപ്രവർത്തനത്തിന് മുമ്പ് കോളേജിൽ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ഈ നാടകത്തിൽ സംസാരങ്ങൾ വളരെ കുറവാണ്, ഒരു അത്യാധുനിക നാടകമാണ്. അപ്പോൾ ആ സ്റ്റേജിൽ ഒരു ശവം ഇങ്ങനെ കിടക്കുന്നു, ആ ശവത്തിനടുത്തായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ. അപ്പം ഈ മാത്തനാണ് അതിനകത്ത് ഒരു മനോരോഗിയായിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ ഈ മാത്തൻ്റെ അഭിനയം വളരെ വളരെ മികച്ച അഭിനയമായിരുന്നു. അത് മാത്തൻ അതിന് പല നാടക മത്സരത്തിനും പോയി മികച്ച നടനുള്ള അവാർഡ് കിട്ടുകയൊക്കെ ചെയ്ത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അപ്പോൾ ഈ മാത്തനാണ് എൻ്റെ കൂടെ
എനിക്ക് ഈ ഐഡിയ തരുന്നത് ഇങ്ങനെ ഈ കെട്ടുവള്ളത്തിൽ യാത്ര ചെയ്യാം. കാരണം മാത്തൻ്റെ വീട് മുഹമ്മയിലാണ്, കുട്ടനാട്ടിലാണ്. അപ്പം മാത്തന് ഈ അത്തരം ജീവിതങ്ങളെക്കുറിച്ച് അറിയാം. അപ്പം മാത്തനോട് പറഞ്ഞു ഈ കെട്ടുവള്ളത്തിൽ ഈ വള്ളം തുഴയുന്നവരുടെ ജീവിതം വളരെ കഷ്ടമാണ്, അവരോടൊപ്പം ഒരു ദിവസം യാത്ര ചെയ്ത് ഒരു സ്റ്റോറി ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മാത്തനും കൂടെ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞു. സാർ ഒറ്റയ്ക്കായിരുന്നു? ഫോട്ടോഗ്രാഫർ ഉണ്ടോ? ഫോട്ടോഗ്രാഫർ ഇല്ല, മാത്തൻ തന്നെയാണ്. ഞാനും മാത്തനും കൂടിയാണ് ഫോട്ടോ ഒക്കെ എടുത്തത്, ഫോട്ടോഗ്രാഫർ ഇല്ല. അപ്പോൾ അന്നൊന്നും 3-4 ദിവസം 2-3 ദിവസമൊക്കെ നമ്മുടെ കൂടെ വിടാൻ ഫോട്ടോഗ്രാഫറൊന്നും. മാത്രമല്ല ഞങ്ങളൊക്കെ വെറും ട്രെയിനീസാണ്, ഞങ്ങളൊന്നും ആരും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സ്റ്റോറി പത്രത്തിൽ വരുമെന്ന് ഞങ്ങൾക്കും പ്രതീക്ഷയൊന്നുമില്ല. അപ്പം ഞങ്ങളിങ്ങനെ മാത്തൻ ഇങ്ങനെ ഐഡിയ ഇട്ടു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളൊരു കെട്ടുവള്ളക്കാരനോട്, അന്ന് താഴത്തങ്ങാടിയിൽ നിന്നാണ് ബോട്ടുകൾ പുറപ്പെടുന്നത്, കെട്ടുവള്ളങ്ങൾ പുറപ്പെടുന്നത്. അപ്പം മാത്തന അന്ന് മുഹമ്മയിൽ നിന്ന് അവിടെ എത്തുന്നു. എന്നാൽ ഒരു ഷൂട്ടിങ്ങിനിടയ്ക്കാണ് മാത്തൻ അവധിയെടുത്ത് വരുന്നത്. എന്നിട്ട് മാത്തൻ ഈ കെട്ടുവള്ളക്കാരനുമായിട്ട് പറഞ്ഞ് എല്ലാം ഏർപ്പാട് ചെയ്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഉച്ച കഴിഞ്ഞ് ഈ കെട്ടുവള്ളത്തെ കയറുകയാണ്. അത്യാവശ്യം സൗകര്യങ്ങളോ സാധനങ്ങളൊക്കെ ആയിട്ട് ഡ്രസ്സൊക്കെ ആയിട്ട് ഞങ്ങളതേ കയറുന്നു. അപ്പം ഞങ്ങൾ ഈ കെട്ടുവള്ളത്തെ കയറാൻ വേണ്ടി താഴത്തങ്ങാടി പോയിട്ട് ഒരു ചായക്കട എന്ന് ചായ കുടിക്കുന്ന സമയത്ത് അവിടെ വെച്ചൊരു സായിപ്പിനെ പരിചയപ്പെട്ടു. ഈ സായിപ്പ് അന്നത്തെ ഹൗസ് ബോട്ടുകളൊന്നുമില്ല, അതിനൊക്കെ മുമ്പാണിത്, 1981 ഓർക്കണം. അപ്പോൾ ഇയാളൊരു ടൂറിസ്റ്റാണ് ഈ സായിപ്പ്. അയാളുടെ പേര് ഫിലിപ്പ് എന്നാണ് എനിക്ക് ഓർമ്മയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ മറന്നു. ഇംഗ്ലണ്ടിൽ നിന്നാണ് ആ ടൂറിസ്റ്റ് വന്നത്. അപ്പോൾ ഞങ്ങൾ അയാളോട് സംസാരിച്ചപ്പോൾ അയാൾ എന്താണെന്ന് വെച്ചാൽ അയാൾ പറഞ്ഞു അയാൾ ഇവിടുത്തെ ബോട്ടിൽ കയറി ആലപ്പുഴയ്ക്ക് പോകാൻ വേണ്ടി കായലിലെ സൗന്ദര്യം കാണാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അയാളോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ കൂടെ വാ, ഞങ്ങൾ കെട്ടുവള്ളത്തെ യാത്ര ചെയ്യാൻ പോവുക. ഒരു ദിവസം രാത്രി മുഴുവൻ അവിടെ ഇരിക്കാൻ. ഇച്ചിരി അസൗകര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ, കിടക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചാക്കിൻ്റെ പുറത്തൊക്കെ കിടക്കേണ്ടി വരും. പക്ഷേ രസകരമായ അനുഭവമായിരിക്കും എന്ന് പറഞ്ഞാൽ സായിപ്പിന് ഇഷ്ടമായി. അപ്പോൾ സായിപ്പ് ഞങ്ങളുടെ കൂടെ കൂടി. അപ്പോൾ ഞങ്ങൾ ഈ വള്ളത്തെ പുറപ്പെടുകയാണ്. അപ്പോൾ ഈ വള്ളം ഇങ്ങനെ തുഴഞ്ഞ് 10-25 കിലോമീറ്റർ ഉണ്ട് ഈ കായലിൽ കൂടി പോകേണ്ടത്. അത് പിന്നെ വേമ്പനാട്ട് കായലിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ പുന്നമടക്കായലും കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഈ വള്ളത്തെ കയറി ഞങ്ങളെങ്ങനെ പോകുന്നു, കുമരകത്തിൻ്റെ സൗന്ദര്യമൊക്കെ കണ്ട് കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അങ്ങനെ പോയി. വള്ളക്കാരനെ തുഴയുന്നതിനിടയ്ക്ക് 2 വള്ളക്കാരുണ്ട്. അവർ ഞങ്ങളോട് അവരുടെ ജീവിത കഥകളൊക്കെ പറയുന്നു. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞ് സന്ധ്യയാവുന്നു. സന്ധ്യയുടെ സൗന്ദര്യമൊക്കെ ഞങ്ങൾ ആസ്വദിച്ചിരിക്കുന്നു. കായലിൻ്റെ ഓളപ്പരപ്പ്, തെങ്ങോലകൾ, അങ്ങനെ മനോഹരമായ ഒരു റൊമാൻറ്റിക് അറ്റ്മോസ്ഫിയറിൽ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. അപ്പോൾ സായിപ്പ് ഞങ്ങളോടിരുന്ന് സായിപ്പിൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട്. സായിപ്പിൻ്റെ അപ്പൻ 2ാം ലോകയുദ്ധത്തിൽ മരിച്ചതും ജീവിതത്തിൽ പിന്നീട് അമ്മ മരിച്ചു, അങ്ങനെ അനാഥനായി, അങ്ങനെ ലോകം മുഴുവൻ അലഞ്ഞു നടന്നു. ഇടയ്ക്കൊരു കാമുകി ഉണ്ടായിരുന്നു, കാമുകി ഉപേക്ഷിച്ച് പോയി. ഈ കഥകളെല്ലാം സായിപ്പ് പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഞങ്ങൾ രാത്രിയായപ്പോഴത്തേക്ക് ഇവർ വള്ളത്തിന് തന്നെയാണ് അന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ഒരു കഞ്ഞി വെച്ചു, കപ്പ പുഴുങ്ങി, ചൂണ്ടയിട്ട് കായലിൽ നിന്ന് മീൻ പിടിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഒരു പുത്തൻ അനുഭവമായിരുന്നു എനിക്ക്. അപ്പം എന്നിട്ട് ആ മീൻ തന്നെ അവർ തന്നെ അത് കറി വെക്കുന്നു. കറി വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഞങ്ങളിപ്പോൾ എടുത്ത് വള്ളം അടുപ്പിക്കാൻ പോവുകയാണ്. അത് എവിടെയാണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല, പാതിരാമണലിൻ്റെ അടുത്ത് എവിടെയോ ആണത്. വെള്ളം അവർ കരയിൽ അടുപ്പിക്കുകയാണ്. അപ്പം നിങ്ങൾ താല്പര്യമുണ്ട് ഞങ്ങളൂടെ വരാം, ഞങ്ങൾ ഇച്ചിരി കള്ള് മോന്താൻ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും വരാമെന്ന് പറഞ്ഞു. ഞാൻ സായിപ്പും മാത്തനും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ കൽഷാപ്പിൽ കയറി. ഇതിരി കള്ളൊക്കെ കുടിച്ചു, അവരുടെ കൂടെ ഇരുന്നു. അല്ല, അന്തരസന്ധ്യയായി, രാത്രിയായി, അന്തിക്കള്ളൊക്കെ കുടിച്ച് ഞങ്ങൾ പതുക്കെ പിന്നെ തിരിച്ച് വീണ്ടും വള്ളത്തെ കയറി പാട്ടൊക്കെ പാടി. അപ്പം പാട്ട് പാടാനുള്ള ഊർജ്ജമൊക്കെ ആയി. അതെ, അവർ പിന്നെ വള്ളക്കാരുടെ പാട്ടുകൾ പാടുന്നു, മാത്തൻ ഇരുന്ന് സിനിമാ പാട്ടുകൾ, കവിതയൊക്കെ പാടുന്നു, സായിപ്പിൻ്റെ പാട്ട് പാടുന്നു, ഇംഗ്ലീഷിൽ പാടുന്നു. അങ്ങനെ രസകരമായിട്ട് ആ രാത്രി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നിശബ്ദമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ ഓളത്തിൽ ഇങ്ങനെ ഈ തുഴ വീഴുന്ന ആ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കാം. ഇതൊക്കെ ഞാൻ പിന്നീട് എൻ്റെ പരമ്പരയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ പിന്നീട് അതിനെക്കുറിച്ചൊരു പരമ്പര എഴുതി. അപ്പോൾ അതിനിടയ്ക്ക് ഇവരുടെ കഥകളും എല്ലാം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ നിശബ്ദമായിട്ട് കിടക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ്. ഈ കായലിൽ കൂടി നിശബ്ദതയിൽ കൂടി ഇങ്ങനെ പോകുമ്പം അകലെ എവിടെയോ ഇങ്ങനെ പിന്നെ ഈ വള്ളക്കാരുടെ പാട്ട് കേൾക്കുന്നു, ദൂരെ എവിടെയോ പിന്നെ വീടുകളിൽ വിളക്ക് കത്തുന്നത്. അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിലാവ് ഉദിച്ചു. ആ നിലാവിൻ്റെ ഭംഗി ഇതെല്ലാം ആസ്വദിച്ച് ഞങ്ങളിങ്ങനെ പോയി. രാത്രിയിൽ പിന്നെ ഒത്തിരി ലേറ്റായിട്ടാണ് ഉറങ്ങിയത്. ഉറക്കമല്ല, അതിനിടയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇവരുണ്ടാക്കിയ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ മുഹമ്മയിലെത്തുന്നു. മുഹമ്മയിലെത്തി സായിപ്പിനെ അവിടെ നിന്നൊരു വണ്ടിയെ കയറ്റി വിടുന്നു. ഞങ്ങൾ മാത്തൻ്റെ വീട്ടിൽ കയറുന്നു. മാത്തൻ്റെ വീട്ടിൽ കയറി ഞാൻ കുളിച്ച് റെഡിയായിട്ട് പിന്നെ ഞാൻ പോകുന്നത് ഈ വാടി കനാൽ എന്ന് പറയുന്ന പിന്നെ ആലപ്പുഴയിലെ കനാലിലേക്കാണ്. കാരണം അവിടെയാണ് ഈ ബോട്ടുകളെല്ലാം ചെന്നെത്തുന്നത്. അവിടെ ഒത്തിരി
ഈ കെട്ടുവള്ളക്കാരുണ്ട്. അവരെ കാണണം, അവരുടെ ജീവിതം, കൂടുതൽ പേരുടെ ജീവിതം അറിയണം, അവരുടെ പ്രശ്നങ്ങൾ അറിയണം. അപ്പം ഒരു വശത്ത് ഇതിൻ്റെ യാത്രയുടെ സൗന്ദര്യവും മറുവശത്ത് ഇവരുടെ ജീവിത പ്രശ്നങ്ങളും കൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കെട്ടുവള്ളക്കാർ അധികവും പേരും അകാലത്തിൽ ഈ ക്ഷയരോഗം വന്നാണ് മരിക്കുന്നത്. മിക്കവാറും പേര് ക്ഷയരോഗികളാണ്. കാരണം ഇവരുടെ ഈ വള്ളം ഊന്നുക എന്ന് പറഞ്ഞാൽ വളരെ ആയാസം വേണ്ട ഒരു ജോലിയാണ്. കാരണം ഇത്രയും വലിയ ഭാരവും വഹിച്ചുകൊണ്ടുള്ള വലിയൊരു വള്ളമാണ്. ആ കെട്ടുവള്ളങ്ങളാണ് പിന്നീട് ഹൗസ് ബോട്ടുകളായിട്ട് മാറിയെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ വള്ളങ്ങൾ ഇന്ന് ഹൗസ് ബോട്ടായിട്ട് ഓടുന്ന വള്ളങ്ങൾ അവർ ഒറ്റയ്ക്ക് രണ്ടുപേരും നിന്നിട്ട് തുഴയുകയാണ്. ഭയങ്കര ആയാസം വേണ്ട ഒരു സംഗതിയാണ്. ഇങ്ങനെ ഇവർ ഇത് പിന്നെ തുഴ ഇങ്ങനെ കുത്തി ഇത് തള്ളിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത്. ഇവരൊക്കെ അവസാനം ക്ഷയരോഗം വന്ന് മരിക്കുകയാണ്. മാത്രമല്ല ഇവരൊക്കെ 40-45 വയസ്സാകുമ്പോഴേ ഇവർക്ക് ജോലി ചെയ്യാൻ വയ്യാതാവും. അവരുടെ കുടുംബം അനാഥമാകുന്നു, അല്ലെ പട്ടിണിയാകുന്നു. ഇത്തരത്തിലുള്ള അവരുടെ ജീവിത പ്രശ്നങ്ങളും എല്ലാം വെച്ചിട്ട് ഞാനൊരു പരമ്പര എഴുതി. ആ പരമ്പര അന്ന് മനോരമ അക്കരെ ഇക്കരെ എന്നും പറഞ്ഞ് ഉള്ള ഒരു ശ്രഗമൊക്കെ വെച്ചിട്ട് എഡിറ്റോറിയൽ പേജിൽ 4 ദിവസമായിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ ട്രെയിനിങ് പീരീഡിൽ അങ്ങനെ ഒരു പരമ്പര വരിക എന്ന് പറഞ്ഞാൽ വലിയൊരു അംഗീകാരമാണ്. ഞാനത് അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷേ എനിക്കത് വലിയൊരു ബൂസ്റ്റായി. എന്നാൽ അങ്ങനെ ഒരു പരമ്പര ട്രെയിനിങ് കഴിഞ്ഞൊരു 3-4 മാസത്തിനുള്ളിലാണ്. അവസരം കിട്ടാറില്ല. അതെ. അപ്പോൾ ഇങ്ങനെ പരമ്പരയായിട്ട് വന്നത് എൻ്റെത് മാത്രമേ ഉള്ളൂ. പിന്നെ മറ്റു പലരുടെയും നല്ല റിപ്പോർട്ടുകൾ വന്നു. അതിനകത്ത് പലരും എഴുതിയിരുന്നു. ജോർജ് സാമുവൽ എഴുതിയ അത് നല്ലൊരു റിപ്പോർട്ടായിരുന്നു. അപ്പം പിന്നെ ഈ ഒരു പരമ്പരയ്ക്ക് അന്ന് വലിയൊരു ശ്രദ്ധ നേടി. വലിയ ഒരു പിന്നെ ഞങ്ങളുടെ എഡിറ്ററൊക്കെ വിളിച്ച് അഭിനന്ദിച്ച് നന്നായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം ഈ ഞങ്ങളുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഇങ്ങനെ പല സ്ഥലത്തേക്ക് അയക്കുന്നു. അങ്ങനെ ഞാൻ കൊച്ചി ജോലി ചെയ്തു, കോഴിക്കോട്ട് ജോലി ചെയ്ത് ട്രെയിനിങ് പീരീഡിൻ്റെ ഭാഗമായിട്ട്. കാരണം 2 വർഷം ട്രെയിനിങ്ങാണ്. അപ്പോൾ കൊച്ചി ജോലി ചെയ്യുന്ന കാലത്ത് വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ആദ്യം എഴുതിയത് ഈ ജലയാനത്തെക്കുറിച്ചാണല്ലോ. വീണ്ടും എനിക്ക് എഴുതാൻ അവസരം കിട്ടിയതും ഒരു ജലയാനത്തെക്കുറിച്ചാണ്. ഞാൻ അന്ന് എഴുതിയത് കേരളത്തിലെങ്ങും ഇന്ത്യയിലോ ഉള്ള സംഭവമല്ല, ടൈറ്റാനിക് ദുരന്തത്തെക്കുറിച്ച് ഒരു പരമ്പര എഴുതി. ടൈറ്റാനിക് ദുരന്തത്തെ മനോരമ. അതെ. അത് അന്ന് എഴുതാൻ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വളരെ യാദൃച്ഛികമായിട്ട് എനിക്ക് മനോരമയുടെ ലൈബ്രറിയിൽ നിന്ന് ടൈറ്റാനിക്കിനെ കുറിച്ചൊരു ഇംഗ്ലീഷ് പുസ്തകം കിട്ടുന്നു. ഇന്ന് മലയാളത്തിലൊന്നും ടൈറ്റാനിക്കിനെ കുറിച്ചൊന്നും വന്നിട്ടില്ല. ജെയിംസ് കാമറൂണിൻ്റെ പ്രശസ്തമായ ടൈറ്റാനിക് സിനിമ അതിനുശേഷം പിന്നെയും ഒരു 13 വർഷം കഴിഞ്ഞ് 1997 റിലീസാവുന്നത്. ഇന്ന് ടൈറ്റാനിക് ദുരന്തം എന്ന് പറഞ്ഞാൽ, ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. അതിന് കാരണം പിന്നെ ജെയിംസ് കാമറൂണിൻ്റെ ടൈറ്റാനിക് എന്ന് പറയുന്ന മനോഹരമായ സിനിമയാണ്. പക്ഷേ 1982 ഞാനിത് എഴുതുമ്പം ടൈറ്റാനിക് ദുരന്തം ജനങ്ങൾക്ക് എങ്ങനെ അറിയില്ല, എന്താണ് നടന്നതെന്നും അറിയില്ല. പക്ഷേ ഈ പുസ്തകം ഞാൻ വായിച്ചപ്പോൾ എനിക്കതൊരു ഭയങ്കര അനുഭവമായിരുന്നു. ടൈറ്റാനിക് ദുരന്തം എന്ന് പറയുന്ന അന്നും ഇന്നും എന്നും ലോക ചരിത്രത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ, ഒട്ടേറെ പാഠഭേദങ്ങളുള്ള, ഒട്ടേറെ ഐറണികളുള്ള, ഒട്ടേറെ ജീവിത യാഥാർത്ഥ്യങ്ങളുള്ള ഒരു സംഭവമാണ്. അതിനകത്ത് ആകെ മരിച്ചത് ഏതാണ്ട് 1000 പേരെ മരിച്ചിട്ടുള്ളൂ. അതിനേക്കാളും വലിയ എത്രയോ ദുരന്തങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ടൈറ്റാനിക് ദുരന്തം മനുഷ്യനുള്ള കാലത്തോളം ചർച്ച ചെയ്യപ്പെടും. ഇത് എനിക്ക് ആ പുസ്തകം വായിച്ചപ്പോൾ എനിക്കൊരു വലിയ അനുഭവമായി. അപ്പം ഞാൻ തീരുമാനിച്ചു ഇതേക്കുറിച്ചൊന്ന് എഴുതണം. എന്തെഴുതണമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനിങ്ങനെ തീരുമാനിച്ചപ്പം പറഞ്ഞു ഈ ഒരു പുസ്തകം മാത്രം വായിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അന്ന് എറണാകുളത്തെ പിന്നെ ടൗൺ ലൈബ്രറി, പബ്ലിക് ലൈബ്രറി, എനിക്ക് ഓർമ്മയില്ല, ആ ലൈബ്രറിയിൽ പോയി മെമ്പർഷിപ്പ് എടുത്തിട്ട് അവിടുന്ന് ഉണ്ടായിരുന്ന പുസ്തകമെല്ലാം എടുത്തതിനെക്കുറിച്ച്, ടൈറ്റാനിക്കിനെ കുറിച്ച് മാത്രം, ഇംഗ്ലീഷ് പുസ്തകങ്ങളേ ഉള്ളൂ. ഈ പുസ്തകങ്ങളെല്ലാം എടുത്തു വെച്ചിട്ട് ഞാനിതിനെക്കുറിച്ച് ഒരു പരമ്പര എഴുതി. ആ പരമ്പര എഴുതിയിട്ട് അന്ന് ട്രെയിനിയാണ്. എനിക്കിതൊന്നും അന്ന് തോമസ് ജേക്കബ് ആണ് അവിടുത്തെ ന്യൂസ് എഡിറ്റർ. പുള്ളിയുടെ അടുത്ത് ഇതുകൊണ്ട് കൊടുക്കാൻ എനിക്ക് ധൈര്യമില്ല. അപ്പം ഞാനൊരു ഭാഗ്യപരീക്ഷണത്തിന് ഇത് അയച്ചു കൊടുത്തത് പിന്നെ ഞായറാഴ്ചയിലേക്കാണ്. അപ്പം ഞായറാഴ്ചയിൽ നമ്മുടെ ഒരു ക്രിയേറ്റീവ് നമ്മൾ സ്വന്തമായിട്ട് സാധനങ്ങൾ ചെയ്യാമല്ലോ, അങ്ങനെ കൊടുത്തു. അവരത് അക്സെപ്റ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തു. 4 ലക്കമായിട്ട് നാല് ഞായറാഴ്ചയായിട്ടാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ, ഞാൻ പലപ്പോഴും ഈ ജേർണലിസം കുട്ടികൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ടൈറ്റാനിക് ദുരന്തം ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ കേരളത്തിൽ ഒരു കൈരളി എന്ന് പറഞ്ഞ ഒരു ബോട്ട്, ഒരു കപ്പൽ മുങ്ങി, എല്ലാവരും മരിച്ചുപോയി, അതാരും ചർച്ച ചെയ്യുന്നില്ല. വല്ലപ്പോഴും ഇങ്ങനെ ആളുകൾ സംസാരത്തിൽ അവർ പറയാറുണ്ട്, ഈ പിന്നെ കേരളത്തിൽ കൈരളി എന്ന് പറഞ്ഞ ഒരു കപ്പലുണ്ടായിരുന്നു, ആ കപ്പൽ മുങ്ങി, അപ്പോൾ അത് തട്ടിക്കൊണ്ട് പോയതാണോ അല്ലയോ, അങ്ങനെയൊക്കെ അല്ലാതെ ചർച്ചയില്ല. എന്തുകൊണ്ടാണെന്ന് അവരോട് ചോദിച്ചു. അപ്പോൾ കുട്ടികളിങ്ങനെ പലരും ആലോചിച്ചിട്ട് പറഞ്ഞു, അത് ടൈറ്റാനിക് വലിയ കപ്പലായതുകൊണ്ടാണ്, ഇത് ചെറിയ കപ്പലാണ്, അല്ലെങ്കിൽ ടൈറ്റാനിക് ഇംഗ്ലീഷുകാരുടെ കപ്പലായതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു അതൊന്നുമല്ല. അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ടൈറ്റാനിക്കിൽ മുങ്ങിയപ്പോൾ ടൈറ്റാനിക്കിൽ നിന്ന് കുറേ പേര് രക്ഷപ്പെട്ടു. കൈരളി മുങ്ങിയപ്പോൾ ഒരാൾ പോലും രക്ഷപ്പെട്ടില്ല. ഒരാളെങ്കിലും കൈരളി കപ്പലിൽ നിന്ന് മുങ്ങി രക്ഷപ്പെട്ടിരുന്നെങ്കിൽ കഥകൾ ഒത്തിരി ഉണ്ടാകുമായിരുന്നു.
ടൈറ്റാനിക്കിൽ നിന്ന് ഒരു പിന്നെ 900 ആളുകളോളം രക്ഷപ്പെട്ടു വന്നുകൊണ്ട് അവരെല്ലാം ഒത്തിരി കഥകൾ പറഞ്ഞു. ഈ കഥകളാണ് ഇന്നും ജീവിക്കുന്നത്. ആ കഥകൾ കിട്ടിയില്ല. ടൈറ്റാനിക് അന്നേ വെള്ളത്തിൽ മുങ്ങിപ്പോയിരുന്നെങ്കിൽ ഇന്നാരും ടൈറ്റാനിനെ കുറിച്ച് സംസാരിക്കില്ല. അപ്പം മനുഷ്യനുണ്ടെങ്കിലേ കഥയുള്ളൂ, മനുഷ്യനുണ്ടെങ്കിലേ പിന്നെ വാർത്തയുള്ളൂ എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് അവരോട് പറയുന്നത്. ഇപ്പോൾ ഈ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ടൈറ്റാനിക് എന്ന് പറയുന്നത് അന്നോളം ലോകത്തിൽ ഉണ്ടായിട്ടുള്ളതിലേക്കും വലിയ കപ്പലായിരുന്നു. 1912 ഈ കപ്പലിൻ്റെ കന്നിയാത്ര ഇംഗ്ലണ്ടിലെ സതാംപ്ടൺ എന്ന് പറയുന്ന തുറമുഖത്ത് നിന്ന് ന്യൂയോർക്കിലേക്കായിരുന്നു കന്നിയാത്ര. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ. ഈ കപ്പലിനൊരു പേരിട്ടിരുന്ന അൺസിങ്കബിൾ എന്നായിരുന്നു, ഒരിക്കലും മുങ്ങാത്ത കപ്പൽ. അതിന് കാരണം പറഞ്ഞിരുന്നത് അതിനകത്ത് ഒത്തിരി എയർ പോക്കറ്റുകൾ അവർ വെച്ചിരുന്നു. അതിന് മുമ്പത്തെ കപ്പലുകളിലൊന്നും എയർ പോക്കറ്റുകളില്ലായിരുന്നു. അപ്പോൾ ഈ എയർ പോക്കറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും മുങ്ങില്ല എന്ന് വിശ്വസിച്ചിട്ട് അൺസിങ്കബിൾ എന്ന് പറഞ്ഞിട്ട് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഈ കപ്പൽ ആദ്യത്തെ യാത്രയിൽ തന്നെ മുങ്ങുക. പിന്നെ ഇതിനകത്ത് പിന്നെ ഒത്തിരി ഐറണികളുണ്ട്. അത് എല്ലാവരുടെയും വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഐറണികളാണ് ഇന്നും ഈ ടൈറ്റാനിക് ദുരന്തത്തെ ചർച്ചാ വിഷയമാക്കുന്നത്. ഈ ഐറണിയാണ് എന്നെ ഈ ടൈറ്റാനിനെ കുറിച്ച് എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഈ ഐറണി തന്നെയാണ് അന്ന് എഴുതിയ പരമ്പര വളരെ ശ്രദ്ധിക്കപ്പെടാൻ കാരണം. അപ്പം ഈ കപ്പൽ പുറപ്പെട്ട് സതാംപ്ടണിൽ നിന്ന് പുറപ്പെട്ട് 4 ദിവസം യാത്ര ചെയ്ത് കഴിഞ്ഞാണ് ഒരു ദിവസം രാത്രിയിൽ മഞ്ഞുപാടുകളിൽ തട്ടി മുങ്ങുന്നത്. അപ്പോൾ ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന മനോഹരമായ സിനിമ ഇറങ്ങിയെങ്കിലും ആ സിനിമയിൽ ഈ ടൈറ്റാനിക്കിൻ്റെ യഥാർത്ഥ ചിത്രം വന്നിട്ടില്ല. അതിന് കാരണം ആ സിനിമ അവർ പിന്നെ കാമറൂൺ സെറ്റ് ചെയ്തത് ഒരു പ്രണയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. കാരണം ഒരു പ്രണയത്തിൻ്റെ ഒരു കഥയുണ്ടെങ്കിൽ മാത്രമേ ആ സിനിമയായിട്ട് അത് വിജയിക്കുകയുള്ളൂ. അപ്പം മനോഹരമായ ഒരു പ്രണയകഥ കൂടി അതിനകത്ത് ചേർത്ത് വെച്ച്, ആ പ്രണയകഥയൊന്നും യഥാർത്ഥ ടൈറ്റാനിക്കിൽ ഇല്ലാത്തതാണ്. ആ പ്രണയകഥ കൂടെ ചേർത്ത് വെച്ച് ഈ ടൈറ്റാനിക് എന്ന് പറയുന്ന ദുരന്തത്തെ പിന്നെ കാമറൂൺ ഒരു മഹാ ചലച്ചിത്ര ശില്പമാക്കി മാറ്റി. അന്നത്തെ ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമയാണത്. അപ്പോൾ അതുകൊണ്ട് പല ടൈറ്റാനിക്കിന് യഥാർത്ഥമായ പല കാര്യങ്ങളും ആ സിനിമയിലേക്ക് വന്നില്ല, എല്ലാം കൂടെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ എഴുതിയ പരമ്പരയിൽ ആ കഥകളെല്ലാം ഉണ്ട്. അതിനകത്ത് ഏറ്റവും രസകരമായ അല്ലെങ്കിൽ ഏറ്റവും എന്താ പറയുക ഓർത്തിരിക്കേണ്ട ഒരു സംഗതി, ഈ കപ്പലിലാണ് ആദ്യമായിട്ട് SOS എന്ന് പറഞ്ഞ സന്ദേശം ഉപയോഗിക്കപ്പെടുന്നത്, സേവ് അവർ സോൾ. കാരണം ഈ കപ്പലിലാണ് ആദ്യമായിട്ട് ദുരന്തം ഉണ്ടായപ്പോഴത്തേക്ക് ഈ വയർലെസ് മെസ്സേജ് പോകുന്നത്. ഈ മെസ്സേജിന് കാരണക്കാരനായിട്ടുള്ളത് റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണി എന്ന് പറയുന്ന മഹാനായ ശാസ്ത്രജ്ഞനാണ്. ഈ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടവരുമായിട്ട് കാർപോത്തിയ എന്ന് പറയുന്ന കപ്പൽ ന്യൂയോർക്ക് പിന്നെ തുറമുഖത്തെ എത്തുമ്പോൾ അവിടെ സ്വീകരിക്കാൻ വേണ്ടി കാത്തു നിന്നതിൽ ഈ മാർക്കോണി ഉണ്ടായിരുന്നു. അതൊക്കെ എൻ്റെ പരമ്പരയ്ക്കകത്ത് പറയുന്നുണ്ട്. മാർക്കോണി കാത്തു നിന്നതിൻ്റെ പ്രധാന കാരണം ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു റേഡിയോ ഓപ്പറേറ്ററാണ് ഈ സന്ദേശം അയച്ചത്. ആ സന്ദേശം അയച്ചതുകൊണ്ടാണ് ഈ കപ്പൽ രക്ഷപ്പെട്ടത്. അതുകൊണ്ടാണ് കാർപോത്തിയ എന്ന് പറയുന്ന കപ്പൽ പോയി ഇതിനെ രക്ഷിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെല്ലാം ആ കാര്യത്തിൽ ചരിത്രത്തിലെ വലിയ സംഭവങ്ങളാണിത്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ ഇത്. അത് മാത്രമല്ല പിന്നെയും ഒത്തിരി ഉണ്ട്. അതായത് പിന്നെ ഈ കപ്പലിലെ ആളുകൾ അമേരിക്ക 1912 ആലോചിക്കണം. അന്ന് മീഡിയയിലെ മത്സരം വന്ന് ന്യൂയോർക്ക് ടൈംസും വാഷിങ്ടൺ പോസ്റ്റും അങ്ങനെയുള്ള പത്രങ്ങൾ തമ്മിൽ കടുത്ത മത്സരം നടക്കുന്ന ഒരു കാലം. അക്കാലത്ത് ഈ ന്യൂയോർക്ക് ടൈംസ് പത്രം മറ്റെല്ലാവരെയും ബീറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു സംവിധാനം ഒരുക്കി. അവർ ഈ യാത്രക്കാർ വന്നിറങ്ങുമ്പോഴത്തേക്ക് അവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഡസൻ റിപ്പോർട്ടർമാരെ അവിടെ നിർത്തി. മാത്രമല്ല ഇവരെ കൊണ്ടുപോയി താമസിക്കാൻ വേണ്ടി ഒരു ഹോട്ടൽ മൊത്തം വാടകയ്ക്ക് എടുത്തു. എന്തിനാ? എക്സ്ക്ലൂസീവ് സ്റ്റോറി, മറ്റ് പത്രങ്ങൾ കിട്ടാത്ത സ്റ്റോറി ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഓരോ യാത്രക്കാരനും ഓരോ വാർത്തയുമായിട്ട് വരുന്നതെന്ന് അവർക്കറിയാം. അപ്പോൾ ഇവരിങ്ങനെ വന്നിട്ട് ഈ യാത്രക്കാർ വരുന്നതുകൊണ്ട് അവരുടെ വണ്ടിയെ കയറ്റി ഇവരെ പിന്നെ ഹോട്ടലിൽ കൊണ്ടുപോയിട്ട് സ്പെഷ്യൽ സ്റ്റോറി വെച്ചിട്ട് പിറ്റേ ദിവസം കൊടുക്കാന്നുള്ളതാണ്. മാധ്യമരംഗത്ത് ഈ ഒരു സംഭവം അന്നേ ഉണ്ട്. 1912 നമ്മളിവിടെ ഈ മത്സരത്തെക്കുറിച്ചൊക്കെ പറയുന്നത് 70-കളിലും 80-കളിലൊക്കെയാണ്. ഇപ്പം ചാനലുകൾ പത്രങ്ങളാണെങ്കിൽ പോലും 70-കൾ 80-കളിൽ ഇവിടെയൊക്കെ അടുത്ത മത്സരമൊക്കെ വന്നത്, അല്ലെ 90-കളിലൊക്കെയാണ് വന്നത്. 1912 ഇതൊക്കെ ആ പുസ്തകത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ വിവരങ്ങളാണ്. ഈ പത്രങ്ങൾ തമ്മിലുള്ള മത്സരത്തിന്റെ ഭാഗമായിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി അന്ന് ന്യൂയോർക്ക് ടൈംസ് എന്ന് പറയുന്ന പത്രം ഒരുക്കിയ സംവിധാനം കണ്ട് ഞാൻ വാസ്തവത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അന്ന് നമ്മുടെ ഇവിടെ പത്രങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. മനോരമ 1990 തുടങ്ങുന്നത്. മറ്റ് പല പത്രങ്ങളും തുടങ്ങിയിട്ടില്ല, മാതൃഭൂമിയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അക്കാലത്താണ് ഇത് നടന്നതെന്ന് ആലോചിക്കണം. പക്ഷെ അതൊന്നും ആ രീതിയിൽ എഴുതപ്പെട്ടിട്ടില്ല ഇവിടെ ഒന്നും. ഞാൻ എൻ്റെ പരമ്പരയ്ക്കകത്ത് അതിൻ്റെ ആ മത്സരത്തിൻ്റെ ഇത് അവസാനത്തെ അധ്യായത്തിൽ ഇത് എങ്ങനെയാണ് മീഡിയ ഇത് കവർ ചെയ്യുന്നതിനെ കുറിച്ച് വിശദമായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. ആ പരമ്പര ശ്രദ്ധിക്കപ്പെട്ടു. ആ പരമ്പര ശ്രദ്ധിക്കപ്പെട്ടതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ കൂടെ ജോലി ചെയ്ത
പിന്നെ ഫിന്നി ജേക്കബ് എന്നോട് പിന്നീടൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. അതായത് ഫിന്നി പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ ആരാധനയൊക്കെ കഴിഞ്ഞിട്ട് ഇവർ സുഹൃത്തുക്കളൊക്കെ ഇരുന്ന് ഒത്തിരി നേരം സംസാരിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഒരു ദിവസം ഞായറാഴ്ച ഈ ആരാധന കഴിഞ്ഞിട്ട് ഫിന്നിയുടെ സുഹൃത്ത്, ഫിന്നിക്ക് പരമ്പര ഒന്നുമില്ല, കാരണം ഞങ്ങളൊന്നും ജോലി ചെയ്യുന്നവരാണല്ലോ. ഫിന്നിയുടെ സുഹൃത്ത് പറഞ്ഞു, ഞാൻ പോവാന്ന് പറഞ്ഞു. എന്താ കാര്യമെന്ന് ചോദിച്ചു. എനിക്ക് മനോരമയിൽ പിന്നെ ജോമു എന്ന് പറയുന്ന ആള്, ആ ജോമു എന്നുള്ള ആ പേര് പറയാനുള്ള കാരണം ഞാൻ പിന്നെ പറയാം. ജോമു എന്ന് പറയുന്ന ആളൊരു പരമ്പര എഴുതുന്നുണ്ട് ടൈറ്റാനിനെ കുറിച്ച്, എനിക്കത് ഉടനെ പോയി വായിക്കണം, ഞാൻ അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്കതൊരു വലിയൊരു സന്തോഷമായിട്ട് തോന്നി. കാരണം ഒരാൾ ഞാൻ എഴുതിയ ഒരു പരമ്പര വായിക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ ആരാധന കഴിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടുന്നു എന്ന് പറയുമ്പോൾ അന്നത്തെ കാലത്താണ്, ഇന്നല്ല, വലിയൊരു അംഗീകാരമാണ് അത്. അപ്പം ഈ ജോമു എന്ന് എഴുതാൻ കാരണമുണ്ട്. അന്ന് ഞാൻ ഈ ട്രെയിനിങ് പീരീഡിൽ മനോരമയിൽ പേര് വെച്ച് എഴുതാൻ ജോൺ മുണ്ടക്ക, ഞാൻ ദീപികൽ ജോൺ മുണ്ടക്ക എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കമായിട്ട് ഞാൻ അന്ന് ജോമു എന്ന് എഴുതി. അങ്ങനെയാണ് ജോമു എന്നുള്ള പേരിൽ ഈ പരമ്പര, ആദ്യത്തെ പരമ്പര ഈ അക്കരെ ഇക്കരെ എന്നുള്ള കെട്ടുവള്ളത്തിലെ യാത്രയുടെ പരമ്പരയും വന്നത് ജോമു എന്ന പേരിൽ തന്നെയായിരുന്നു. അപ്പോൾ ഈ ജോമു എന്നുള്ള പേരിൽ ഈ പരമ്പര അന്ന് എഴുതി. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടു. ഈ പരമ്പരയെ കുറിച്ച് വളരെയേറെ നല്ല അഭിനന്ദനം ഉണ്ടായി. തോമസ് ജേക്കബ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്നായിട്ടുണ്ട്, പിന്നെ നമുക്കിത് പത്രത്തിൽ തന്നെ കൊടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ. പത്രം ന്യൂസ് പത്രത്തിൽ തന്നെ ഇത് ക്യാരി ചെയ്യാമായിരുന്നു അദ്ദേഹം പറഞ്ഞു. അപ്പം അങ്ങനെ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു ട്രെയിനി ആയിരിക്കുമ്പോൾ തന്നെ എല്ലാവരുടെയും അപ്രീസിയേഷൻ കിട്ടുകയാണ് ചെയ്തത്. ആ സമയത്ത് നമ്മുടെ സാഹചര്യങ്ങളൊത്ത് വന്നതുകൊണ്ടും പിന്നെ എനിക്ക് ഇതിനകത്ത് ഒരു രസകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ എന്തുകൊണ്ട് എന്നുള്ളത് ചോദിച്ചാൽ, ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കഥകൾ എഴുതുമായിരുന്നു. ഇവൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കഥകൾ എഴുതുമായിരുന്നു. കോളേജിൽ ചങ്ങനാശ്ശേരി SB കോളേജിൽ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് പിന്നെ അന്നത്തെ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളൊക്കെ കഥകൾ എഴുതി ചെറുതാ മത്സരങ്ങൾക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കഥകൾ എഴുതുന്നത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു ശൈലി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളൊക്കെ ഈ ശൈലി ശ്രദ്ധിച്ചിട്ടായിരിക്കണം ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ. ഞാൻ ദീപിക ജോലി ചെയ്യുന്ന കാലത്തും വളരെയേറെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടായിരിക്കണം എനിക്ക് വളരെയേറെ അവസരങ്ങൾ കിട്ടി ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് പലപ്പോഴും പല അത്തരത്തിലുള്ള സ്റ്റോറികൾ ചെയ്യാൻ അവസരം കിട്ടിയത്. മനോരമ തന്നെ അവസരങ്ങൾ ഒരുപാട് തന്നു. മനോരമ എനിക്ക് ഒത്തിരി അവസരങ്ങൾ തന്നു. അത് പിന്നീടാണ്, കഴിഞ്ഞ ഒരു 42 വർഷത്തെ ഒരു പത്രപ്രവർത്തന ജീവിതമാണ് മനോരമയിൽ തന്നെയുള്ളത്. അതിനകത്ത് ഒത്തിരി അവസരങ്ങൾ എനിക്ക് കിട്ടി. അത് പിന്നെ അതിന് തുടക്കം ഈ ടൈറ്റാനിക്കിൽ നിന്നാണ് അങ്ങോട്ട് തുടങ്ങുന്നത് ശരിക്കും. ടൈറ്റാനിക്കിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ പിന്നെ ടൈറ്റാനിക് അക്കരെ എന്ന് പറയുന്ന അല്ല, അതിന് മുമ്പ് തന്നെ ഞാൻ പിന്നെ ദീപിക ജോലി ചെയ്യുന്ന കാലത്ത്, ദീപികയിൽ ആദ്യം ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്ത സമയത്ത് ആണ് കരിക്കൻ വില്ല ദമ്പതി വധക്കേസ് എന്ന് പറയുന്ന അവളുടെ കേരളത്തിൽ വളരെ ദീപികയിലല്ല. ആ സമയത്ത് ഞാൻ അതിനെക്കുറിച്ച് എഴുതിയ ചില റിപ്പോർട്ടുകൾ വായിച്ചിട്ട് VKB നായർ, കോട്ടയത്ത് ന്യൂസ് ഇട്ടായിരുന്നു VKB നായർ, എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. നന്നായിരിക്കും, നല്ല റിപ്പോർട്ടാണെന്ന് പറഞ്ഞ്. മനോരമയിലെ എഡിറ്റേഴ്സിനൊക്കെ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അവർ മറ്റു പത്രങ്ങളിൽ ജോലി ചെയ്യുന്ന നല്ല റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞാൽ വിളിച്ച് അഭിനന്ദിക്കും. തോമസ് ജേക്കബ് സാറാണ് അതിൻ്റെ ചാമ്പ്യൻ. എപ്പോഴും മറ്റു പത്രങ്ങളിൽ നല്ല റിപ്പോർട്ടുകൾ, നല്ല റിപ്പോർട്ടർമാരൊക്കെ വന്നു കഴിഞ്ഞാൽ പുള്ളി വിളിച്ച് അഭിനന്ദിക്കും. പിന്നെ ഒരു ഇതുള്ളത് നല്ല റിപ്പോർട്ടർമാരാണ് ചിലപ്പോൾ തിരിക്കും മനോരമയിലേക്ക് വന്നും വരും. അത് പിടിച്ചോണ്ട് വരുന്നൊന്നുമല്ല, മനോരമയിൽ ആകർഷ്ടരായി അവർ വരുന്നതാണ്. ഞാനും അങ്ങനെ തന്നെയാണ്, അല്ലാതെ എന്നെ പിടിച്ചോണ്ട് വന്നൊന്നുമല്ല. ഞാൻ മനോരമയിലേക്ക് വന്നത്, പക്ഷെ വരാനൊരു വഴിയൊരുക്കിയത് എന്നോട് ഈ പിന്നെ തോമസ് ജേക്കബ് 1-2 റിപ്പോർട്ടിൽ കണ്ടപ്പോൾ എന്നോട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മനോരമയിലെ ടെസ്റ്റ് ഇൻ്റർവ്യൂ എഴുതി എഴുതണം, ഇങ്ങോട്ട് വരും, നിങ്ങൾക്ക് വരാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞു. അല്ലാതെ നിങ്ങൾ വന്നേ പറ്റുള്ളൂ എന്നൊന്നും പറഞ്ഞാലും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ ഈ 2 പരമ്പരകൾക്ക് ശേഷം പിന്നെ അവിടുത്തെ ട്രെയിനിങ് പീരീഡ് അവസാനിച്ചു. ഞങ്ങൾ മറ്റ് കൊച്ചി, പിന്നെ കോഴിക്കോട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തു. തിരിച്ച് വീണ്ടും പിന്നെ കൊച്ചി വന്നു. അതിനിടയ്ക്കാണ് തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുന്നത്. ആ സമയത്തൊന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല, തിരുവനന്തപുരം യൂണിറ്റ് ഇല്ല. മനോരമയ്ക്ക് അന്ന് തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന 3 യൂണിറ്റ് എന്ന് പറയുന്നത്, ആദ്യത്തെ യൂണിറ്റായ കോട്ടയം, പിന്നെ രണ്ടാമത്തേത് കോഴിക്കോട്, മൂന്നാമത് കൊച്ചി, 4ാമത്തെ യൂണിറ്റാണ് തിരുവനന്തപുരം. ഇപ്പോൾ തിരുവനന്തപുരം യൂണിറ്റ് തുടങ്ങുന്ന 1987. ആ യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ചെറുപ്പക്കാരുടെ ഒരു ടീമിനെയാണ് അങ്ങോട്ട് അയക്കുന്നത്. കാരണം അന്ന് മാതൃഭൂമി തിരുവനന്തപുരത്തുണ്ട്. അപ്പം മാതൃഭൂമിയായിട്ടൊരു കടുത്ത മത്സരം, ഓൾറെഡി നേരത്തെ എസ്റ്റാബ്ലിഷ് ചെയ്ത കേരളകൗമുദിയുണ്ട്. അപ്പം
തിരുവനന്തപുരത്തിൻ്റെ പത്രം എന്ന് പറയുന്നത് കേരളകൗമുദിയാണ്. കേരളകൗമുദിയാണ്. അപ്പോൾ കേരളകൗമുദിയെ പ്രതാപകാലം കോമ്പീറ്റ് ചെയ്തുകൊണ്ടാണ് മാതൃഭൂമി എത്തിയത്. അപ്പം മാതൃഭൂമി പത്രത്തെയും കേരളകൗമുദിയും ഒരുപോലെ മത്സരത്തിൽ നേരിടാനുള്ള ഒരു ടീമിനെന്നുള്ള നിലയിലാണ് യങ്സ്റ്റേഴ്സിൻ്റെ ടീമിനെ അയക്കുന്നത്. അപ്പം ഭാഗ്യത്തിന് ഞാനും ഫിന്നി ജേക്കബും ആ ടീമിലുണ്ട്. ഞാൻ റിപ്പോർട്ടിംഗ് സൈഡിലും ഫിന്നി എഡിറ്റോറിയൽ സൈഡിലുമായിട്ട്. അങ്ങനെ തിരുവനന്തപുരത്ത് എത്തിയ കാലത്ത് കഴിഞ്ഞ 36 വർഷം തിരുവനന്തപുരത്ത് ജോലി ചെയ്തു. ഒട്ടേറെ സംഭവങ്ങളൊക്കെ, ഒട്ടേറെ സർക്കാരുകളെ, ഒട്ടേറെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ എല്ലാം കടന്നാണ് 36 വർഷം പിന്നിട്ടത്. 36 വർഷം ഒരു യൂണിറ്റിൽ തന്നെ ജോലി ചെയ്ത ആളുകൾ വേറെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. എങ്ങനെ ഞാൻ അങ്ങനെ ഇരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ മനോരമ അത് ഓർക്കാതെ പോയതുകൊണ്ടായിരിക്കും എന്നെ ട്രാൻസ്ഫർ ചെയ്യാതെ തിരുവനന്തപുരത്ത് തന്നെ ഇരുത്തിയത്. അപ്പം ഈ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് ആദ്യകാലത്തുണ്ടായ ഒരു സംഭവം, അന്ന് ഈ കോവളത്ത് ന്യൂ ഇയർ ആഘോഷമുണ്ട്. ഇന്നുമുണ്ട്, അന്നുമുണ്ട്. അതെ. അപ്പം ന്യൂ ഇയർ ആഘോഷം ഒരു ദിവസം റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്നോട് ആവശ്യപ്പെടുന്നു. അപ്പം ഞാൻ പ്രത്യേക താല്പര്യം എടുത്ത് രാത്രിയിൽ കോവളത്ത് പോയി അത് റിപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം കോവളത്ത് ന്യൂ ഇയർ ആഘോഷം കാണുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ ഫോട്ടോഗ്രാഫർ ബി ജയചന്ദ്രനായിരുന്നു ഫോട്ടോഗ്രാഫർ. ഞങ്ങൾ രണ്ടുപേരും കൂടി കോവളത്ത് രാത്രിയിലെത്തുന്നു. ഒരു 11-11:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തുന്നത്. അപ്പം അവിടെ കടൽ തീരം നിറയെ ജനമാണ്, ചെറിയ യങ്സ്റ്റേഴ്സാണ് മുഴുവൻ, ഫോറിനേഴ്സും ഉണ്ട്. അപ്പോൾ ഈ ആഘോഷം, അപ്പോൾ അവിടെ വെടിക്കെട്ട് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പിന്നെ അവിടെ എല്ലാ തീരത്തുള്ള ഈ കടകളിലെല്ലാം ഹോട്ടലുകളിലും എല്ലാം ആയിട്ട് വലിയ അലങ്കാരങ്ങളുണ്ട്, ഭക്ഷണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, മദ്യമുണ്ട്, ഇതെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഈ ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ കണ്ട ഒരു കാഴ്ച, ഒരു മദാമ ഇങ്ങനെ ചെരുപ്പെടുത്ത് ഇങ്ങനെ ചുഴറ്റിക്കൊണ്ട് ആൾ ഇങ്ങനെ നിന്ന് കറങ്ങുന്നു. അപ്പോൾ ഞങ്ങൾ ഓടിച്ചെന്നു നോക്കിയപ്പോഴത്തേക്ക് കുറേ ചെറുപ്പക്കാരി മദാമയെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പം വേറെ കുറേ ഫോറിനേഴ്സ് തന്നെ അപ്പുറത്തുണ്ട്, പോലീസുകാരപ്പുറത്ത് നിൽപ്പുണ്ട്, വടിയും കുത്തി. അവരൊന്നും ചെയ്യുന്നില്ല, അവർ നോക്കിക്കൊണ്ട് നിൽക്കിയത്. അപ്പോൾ ഇതിനകത്ത് ജയന്തൻ ഇതിൻ്റെ കുറിച്ചൊന്നുകൊണ്ട് ഫോട്ടോ എടുത്തപ്പോഴത്തേക്ക് അവർ വന്ന് ഈ യങ്സ്റ്റേഴ്സ് വന്ന് ബഹളം വെച്ചു ജയന്തൻ്റെ അടുത്ത്. അപ്പം ഞാനും ജയന്തൻ ഞങ്ങളെല്ലാം കൂടി ഇവരുടെ ചിത്രം എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവിടുന്ന് മാറി. പക്ഷേ ഇവിടെ ഈ ഫോറിനേഴ്സ് നേരെയുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾ പോയി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞു ഇങ്ങനെ സംഭവം നടക്കുന്നുണ്ട് നിങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ പതിവാണ്, ഞങ്ങൾക്ക് നോക്കാൻ നേരെ എന്നുള്ള മട്ടിൽ അവർ വരുന്നു. അന്ന് രാത്രി ഞങ്ങൾ തിരിച്ചെത്തിയപ്പോൾ 1 മണിയായി. അപ്പോൾ പിറ്റേ ദിവസം പത്രത്തിൽ അത് പോകത്തില്ല. കാരണം അന്ന് പത്രം നേരത്തെ പ്രിന്റ് ചെയ്തു. ഇപ്പോഴത്തേക്കാളും വളരെ നേരത്തെ പ്രിന്റ് ചെയ്തു. 3 മണി വരെയൊക്കെ പ്രിന്റ് ചെയ്യും. അന്ന് 12 മണിയൊക്കെ ആകുമ്പോൾ നിർത്തും. അപ്പോൾ അതിനടുത്ത ദിവസം 3-ാം ദിവസമാണ് എനിക്ക് വാർത്ത കൊടുക്കാൻ പറ്റും. അത് മനോരമയുടെ 1-ാം പേജിൽ 8 കോളത്തിൽ വാർത്ത വരികയാണ്. പിന്നെ ഈ ഹൗവ ബീച്ചിലാണ് നടക്കുന്നത്. ഹൗവ ബീച്ചിൽ ഹൗവകളുടെ നേർക്ക് ആക്രമണമെന്നും പറഞ്ഞാണ് തലക്കെട്ട് വന്നത്. ഇൻവേർട്ട് കോമാൽ ഹൗവ എന്നൊക്കെ ഇട്ട്. അപ്പോൾ ഈ വാർത്ത വന്നപ്പം അത് വലിയ സംഭവമായി. പണം സഹിതമാണല്ലോ വരുന്നത്. അപ്പോൾ ഇത് സർക്കാർ, അന്ന് LDF സർക്കാരാണ് ഭരിക്കുന്നത്, നയനാരുടെ സർക്കാരാണ് ഭരിക്കുന്നത്. ശ്രദ്ധിച്ചവർ അപ്പോൾ ഇത് നിഷേധിച്ചു, വാർത്ത നിഷേധിച്ചു. ഇങ്ങനെ സംഭവം ഇല്ല, ഇത് എവിടുന്ന് എന്തോ പടമെടുത്ത് കൊടുത്തതാണ്, ഇത് സർക്കാരിനെ മോശം. ട്രെയിനിങ് അല്ല, ഞാൻ റിപ്പോർട്ടറായിരിക്കുകയാണ്. കാരണം 87-ലാണല്ലോ, 83-ൽ എൻ്റെ ട്രെയിനിങ് കഴിഞ്ഞു. മനസ്സിലായി. പല സ്ഥലത്ത് ജോലി ചെയ്തു. ഞാൻ ഇടുക്കിയിലും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അപ്പോൾ ഈ സംഭവം ഉണ്ടായി. ഈ വാർത്ത വന്നു. ഈ വാർത്ത വേറെ ഒരു പത്രത്തിലും ഇല്ല, മനോരമ മാത്രം എക്സ്ക്ലൂസീവ് വാർത്തയാണ്. അപ്പോൾ ഇത് അങ്ങനെയാണെങ്കിൽ സംഭവം ഉണ്ടായെങ്കിൽ അപ്പം ഇത് എന്തുകൊണ്ട് ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ട് പബ്ലിഷ് ചെയ്തു? ഇതൊന്നും ആൾ ചോദിക്കുന്ന ചോദ്യം. ഒരു ദിവസം കഴിഞ്ഞാൽ മിഡ് നൈറ്റ് ആണെന്നുള്ള ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇത് എവിടുന്നോ ആരോ കൊടുത്ത പടം വെച്ച് മനോരമ കൊടുത്തതാണെന്നുള്ള, കാരണം ബൈലൈൻ ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇത് വല്ല ഇഷ്യൂ ആവുമോ, നമുക്ക് നേരെ ആക്രമണം വരുമോ എന്നൊക്കെ ഉള്ള, കാരണം ഇത് ഹൂളിഗാൻസ് ആണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു പിന്നെ ബൈലൈനും ഒന്നും കൊടുക്കാതെ, എൻ്റെയും ജയന്തൻ്റെയും ബൈലൈൻ കൊടുക്കാതെ വാർത്ത വരുന്നത്. അപ്പം സർക്കാർ ഇത് നിഷേധിച്ചുകൊണ്ട് അന്നത്തെ മന്ത്രി, ടൂറിസം മന്ത്രി PS ശ്രീനിവാസന്, അദ്ദേഹമായിട്ട് എനിക്കൊന്ന് പരിചയമൊക്കെ ഉണ്ട്. അദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് നിഷേധിച്ചു. ഈ വാർത്ത മനോരമ ഉണ്ടാക്കിയ ഒരു വാർത്തയാണ്, എവിടുന്നോ കിട്ടിയ ഒരു പടം വെച്ചിട്ട് ഇത് കോവളത്താണെന്ന് സംഭവമാണെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭാഗ്യത്തിന് ഞാൻ അന്ന് റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുക അവിടെ. സാറിന് ഇതിൽ റിപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല ഇത്തരം ഒരു പത്രസമ്മേളനത്തിൽ. ഞാൻ എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, മിനിസ്റ്റർ ഇതേക്കുറിച്ച് അന്വേഷണം നടത്താൻ തയ്യാറാണോ?
അപ്പോൾ പുള്ളി ചോദിച്ചു എന്തന്വേഷിക്കാനാ? ഞാൻ പറഞ്ഞു ഇത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാണെന്ന് പറഞ്ഞു. മിനിസ്റ്റർ പറഞ്ഞു ഇത് എവിടെ നിന്ന് കിട്ടിയ ഉടൻ വെച്ച് ആരോ റിപ്പോർട്ട് ചെയ്തതാണെന്നാണല്ലോ പറഞ്ഞത്. ഇത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാണ്. മനോരമയുടെ ഫോട്ടോഗ്രാഫർ ജയചന്ദ്രനാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. പടം എടുത്തത് ജയചന്ദ്രനാണ്. അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി ഒരു നിമിഷം ആലോചിച്ചിട്ട് പറഞ്ഞു ശരി അന്വേഷിക്കാം. അപ്പം പുള്ളി ഇങ്ങനെ പറഞ്ഞു ശരി ടൂറിസം സെക്രട്ടറിയെ കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കാം. ടൂറിസം സെക്രട്ടറിയെ കൊണ്ട്. അപ്പോൾ സെക്രട്ടറി ആരാ? ഡോക്ടർ ബാബുപോൾ ആണ് സോളിറ്ററി. ഞാൻ പറഞ്ഞു ശരി സമ്മതിച്ചു. അങ്ങനെ ബാബുപോൾ വളരെ വിശദമായ അന്വേഷണം നടത്തി. എന്നെയൊക്കെ വിളിച്ച് മൊഴിയെടുത്തു. അപ്പം അതിനിടയ്ക്ക് വേറെ രസകരമായ സംഭവമുണ്ട്. ഈ വാർത്ത ഈ സംഭവം നടന്നു, ഞങ്ങൾ തിരിച്ചു വരുന്നു. പിറ്റേ ദിവസം ഞാനിങ്ങനെ ഇരുന്ന് ഈ പോലീസ് സംബന്ധിച്ച് എന്തെങ്കിലും കേസെടുത്തോ എന്നറിയാൻ വേണ്ടി ഞാൻ കോവളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചു. വിളിച്ചപ്പോൾ പോലീസ് പറയുന്നു അന്ന് തിരുവല്ലം പോലീസാണെന്ന് തോന്നുന്നു, കോവളം സ്റ്റേഷൻ വന്നിട്ടില്ല. അപ്പം ഞാൻ പോലീസിനോട് ചോദിച്ചപ്പം പോലീസ് പറഞ്ഞു അതിന് കേസൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ വേറൊരു കേസ് എടുത്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു അതേതാ? അത് സമുദ്ര ബീച്ചിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ അതെനിക്ക് പുതിയ അറിവാണ്, ഞാൻ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. അത് ഇന്നത്തെ പോലെ ഈ മീഡിയയുടെ സ്കാനിങ് ഇല്ലല്ലോ. അപ്പം ഞാൻ ചോദിച്ചു അതെന്താണ്? അത് അവിടെ ഒരു മദാമ വന്ന് ഒരു പരാതി തന്നിട്ടുണ്ട്, അവരെ ആക്രമിക്കുക. അപ്പം ഞാൻ വിചാരിച്ചത് കോവളത്ത് ബീച്ച് നടക്കുന്നു, കോവളത്ത് ഹവ ബീച്ച് നടക്കുന്നു, അപ്പുറത്തുള്ള സമുദ്ര ബീച്ചിൽ നടന്നു അതേ സമയത്ത് തന്നെ. അപ്പം ഞാൻ വിചാരിച്ചു അത് ഏത് സ്ത്രീയാണെന്ന് ചോദിച്ചു. അപ്പോൾ അവരുടെ പേര് പുള്ളി നോക്കിയിട്ട് എനിക്ക് പറഞ്ഞു തന്നു, പോലീസിലെ റൈറ്റർ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ ആ സ്ത്രീയുടെ പേര് നോട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ ഏത് ഹോട്ടലിലാണ് അവർ താമസിച്ചിരുന്നത്? അവർ സമുദ്ര ഹോട്ടലിലാന്ന് പറഞ്ഞു. ഞാൻ സമുദ്ര ഹോട്ടലിൽ വിളിച്ചു. ഉടനെ സമുദ്ര ഹോട്ടലിന് അവരോട് ഞാൻ ഇങ്ങനെ പേരുള്ള ഒരു സ്ത്രീ അവിടെ ഉണ്ടോ, അവർക്കൊന്ന് കണക്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ആ സ്ത്രീ വെക്കേറ്റ് ചെയ്തു. അവരിന്ന് ഉച്ചക്കലത്തെ ഫ്ലൈറ്റിന് പോകാമെന്ന് പറഞ്ഞു. എത്ര മണിയായത്തെ ഫ്ലൈറ്റാണ്? അത് 2 മണിയുടെ ഫ്ലൈറ്റാണ്. സമയം എത്രയായി? 12 മണിയായി. നേരെ എയർപോർട്ടിലേക്ക് ഞാൻ നേരത്തെ എയർപോർട്ടിൽ വിട്ടു. എയർപോർട്ടിൽ വിടുന്ന എൻ്റെ ഒരു കയ്യിൽ ഒരു ചെറിയ ടേപ്പ് റെക്കോർഡർ ഉണ്ടായിരുന്നു. അതുമായിട്ട് ഞാൻ നേരെ എയർപോർട്ടിൽ പോയി. അന്നത്തെ പോലെ ചെക്കിംഗ് ഒന്നുമില്ല, നമുക്ക് നേരെ ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസ്റ്റ് അവിടെ തുടങ്ങുകയാണ്. അവിടെ തുടങ്ങല, അതിന് മുമ്പേ തുടങ്ങി. കോവളത്തെക്കുറിച്ചൊക്കെ കേട്ട്, കേരളത്തെക്കുറിച്ച് കേട്ട്, കോവളത്തെക്കുറിച്ച് കേട്ട് ന്യൂ ഇയർ ഈവ് ആഘോഷിക്കാൻ വേണ്ടി അവർ വന്ന അവിടെ ബീച്ചിൽ കൂടി ഇങ്ങനെ നടക്കുന്ന സമയത്ത് 1-2 ചെറുപ്പക്കാർ, ഇന്നായിരുന്നെങ്കിൽ അതൊക്കെ വലിയ സംഭവമാണ്. ഈ വാർത്ത വേറെ ഒരു പത്രത്തിലും ഇല്ല, മുന്നൊരു മാത്രം എക്സ്ക്ലൂസീവ് വാർത്തയാണ്. പുറകെ ചെന്ന് ഇവരും രക്ഷപ്പെടാൻ വേണ്ടി സ്ത്രീ കടലിൽ ചാടി.